السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن المنافقين يخادعون الله وهو خادعهم وإذا أقاموا إلى الصلاة قاموا كسالى يراءون الناس ولا يذكرون الله إلا قليلا. ഇഖ്ലാസിനെ കുറിച്ച് പറയുമ്പോൾ, ആത്മാർത്ഥതയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് സൂറത്തു നിസായിലെ 142 ആയത്തെടുക്കാം. 142 ആയത്തിൽ ആത്മാർത്ഥതയില്ലാതെ, അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിക്കാതെ ഇബാദത്ത് ചെയ്യുന്നവരെ കുറിച്ച് നന്നായി പറയുന്നുണ്ട്. അള്ളാഹു പറയുകയാണ്, ഇന്നൽ മുനാഫിഖീന, തീർച്ചയായിട്ടും കപടവിശ്വാസികൾ. കപടവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ വിശ്വാസമില്ലാതെ, വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ഹൃദയത്തിലില്ലാതെ ബാഹ്യമായിട്ട് വിശ്വാസിയായി അഭിനയിച്ച് നടക്കുന്നവരാണ് മുനാഫിഖീങ്ങൾ. നരകത്തിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന വിഭാഗമാണ് മുനാഫിഖീങ്ങൾ. നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ് മുനാഫിഖീങ്ങൾ, നിഫാഖുള്ളവർ, കാപട്യമുള്ളവർ. തീർച്ചയായിട്ടും മുനാഫിഖീങ്ങൾ യുഖാദിഊനല്ലാഹ, അവർ അള്ളാഹുവിനെ വഞ്ചിച്ചിരിക്കുന്നു. വഹുവ ഖാദിഉഹും, അള്ളാഹു അവരുടെ വഞ്ചനക്ക് പ്രതിഫലം നൽകുന്നവനാകുന്നു. ഇവിടെ പറഞ്ഞത് അള്ളാഹു അവരെ വഞ്ചിക്കുന്നവനാണ് എന്ന് പറഞ്ഞതിൻ്റെ തഫ്സീർ, അതിൻ്റെ വ്യാഖ്യാനത്തിൽ ഉലമാക്കൾ പഠിപ്പിച്ചത് അള്ളാഹു അവരുടെ വഞ്ചനക്ക് പ്രതിഫലം നൽകുന്നവനാകുന്നു എന്ന്. വഇദാ അഖാമു ഇലസ്സലാ, അവർ നിസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ഖാമു കുസാല, അവർ മടിയന്മാരായിട്ട് നിസ്കാരം നിർവഹിക്കുന്നവരാണ്. യാതൊരു താല്പര്യവുമില്ലാതെ, നിസ്കാരത്തിനോട് താല്പര്യമില്ല. അതുപോലെ മുനാഫിഖീങ്ങൾക്ക് പൊതുവെ ഇബാദത്തിനോട് ആത്മാർത്ഥത കുറഞ്ഞവരാണ്. മുനാഫിഖീങ്ങളെ അടയാളം പറഞ്ഞ സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, സുബഹി നിസ്കാരവും അസ്ർ നിസ്കാരവും മുനാഫിഖീങ്ങൾക്ക് വല്ലാത്ത ഭാരമായിരിക്കുമെന്ന്. സുബഹും അസ്റും നിസ്കരിക്കാൻ മുനാഫിഖീങ്ങൾക്ക് വല്ലാത്ത മടിയുണ്ടാകും. അപ്പോൾ ഇഖ്ലാസിനെ നശിപ്പിച്ച് കളയുന്ന ഒന്നാണ് മടിയുണ്ടാവുക എന്നുള്ളത്. അത് മുനാഫിഖീങ്ങളുടെ ലക്ഷണമാണ്. യുറാഊനന്നാസ്, അവർ ജനങ്ങളെ കാണിക്കും. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അള്ളാഹുവിനെ അല്പം മാത്രമേ ഓർക്കുകയുള്ളൂ. പടച്ചവനെ ഒരല്പം മാത്രമേ മുനാഫിഖീങ്ങൾ ഓർക്കുകയുള്ളൂ. ഞാനിവിടെ ഇത് പറയാനുള്ള കാരണം, ഇഖ്ലാസിന്, ആത്മാർത്ഥതക്ക് ഭംഗം വരുന്ന വിഷയമാണ്. നിഫാഖ് ഉണ്ടാകുമ്പോൾ ഇഖ്ലാസിന് അവിടെ സ്ഥാനമില്ല. അത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവർ മുനാഫിഖീങ്ങളുടെ ലക്ഷണത്തിൽപ്പെട്ടതാണ്. സൂറത്തു നിസാഇന്റെ 142 ആയത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് കാണാം, അഖാഫു അലൈക്കും അശ്ശിർക വൽ അസ്ഗർ, ഞാൻ നിങ്ങളിൽ പേടിക്കുന്നത് അശ്ശിർക്കൽ അസ്ഗർ, ചെറിയ ശിർക്കിനെയാണ്. എന്താണ് ഈ ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ? ഖാലൂ, അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, നിങ്ങളിൽ ഞാൻ ഭയപ്പെടുന്നത് ചെറിയ ശിർക്കിനെയാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, വമശ്ശിർക്കുൽ അസ്ഗർ, ഏതാണ് ഈ ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ? ഖാല അർരിയാഉ, ലോകമാന്യമാണ്. മനുഷ്യൻ ജാടകൾക്ക് വേണ്ടി, മനുഷ്യന്മാരുടെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട്, അവരുടെ തൃപ്തിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന, അവർ പടച്ചവൻ്റെ അടുത്ത് കൂലി കിട്ടണമെന്നോ ആഖിറത്തിന് എനിക്കിതുകൊണ്ട് സമാധാനം ഒന്നുമല്ല. നാലാളുകൾ അറിയുക, അവിടെ മുമ്പിൽ വലിയ ആളാവുക. ഇന്ന് ഈ യുഗത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു പാവപ്പെട്ടവരെ സഹായിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പള്ളിക്ക് മദ്രസക്കൊക്കെ, അത് 4 ആളുകളുടെ മുമ്പിൽ ഞാൻ വലിയ ആളാകണമെന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്ന അവൻ്റെ അമലുകൾ, അവൻ്റെ പ്രവർത്തനങ്ങൾ, അവൻ നൽകുന്ന കാശുകൾ,
മറ്റുള്ള വിഷയങ്ങളൊക്കെ അതവന് ദുന്യാവിൽ അല്ലാഹു തആല നല്ല മോടിയുണ്ടാക്കി കൊടുക്കും, നല്ല ഭംഗി ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ ആഖിറത്തിൽ അവനൊന്നും ലഭിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അതാണ്. ശിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ അർരിയാഉ, ലോകമാന്യമാണ്. യഖൂലുല്ലാഹു തആല ലഹും, അല്ലാഹു തആല അവരോട് പറയും, ഈ ലോകമാന്യത്തിന് വേണ്ടി അമൽ ചെയ്തവരോട് അല്ലാഹു പറയും, യൗമൻ യുജാസിൽ ഇബാദു ബിഅഅമാലിഹിം, അവരുടെ അമലുകളെ കൊണ്ട് അടിമകൾ വിട്ടുകിടക്കുന്ന ദിവസം, ഖിയാമത്ത് നാളിൽ ഓരോരുത്തർ അവരുടെ അമലുകൾ അനുസരിച്ച് അവർ രക്ഷപ്പെടുന്ന ദിവസത്തിൽ ലോകമാന്യത്തിന് വേണ്ടി ഇഖ്ലാസ് ഇല്ലാതെ, ആത്മാർത്ഥതയില്ലാതെ അമൽ ചെയ്ത ആളുകളോട് അല്ലാഹു പറയുന്നൊരു വാക്കുണ്ട്, ഇദ്ഹബൂ ഇലല്ലദീന കുന്തും തറാഊന ലഹും ഫിദ്ദുനിയ, ദുനിയാവിൽ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാ നിങ്ങൾ അമൽ ചെയ്തത് അവരുടെ അടുത്ത് നിങ്ങൾ പോയിക്കോ. ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അമൽ ചെയ്തത് അവരുടെ അടുത്ത് പോയിക്കോ, അവർ പ്രതിഫലം നൽകട്ടെ. ഫൻദുർ ഹൽ തജിദൂന ഇൻദഹും ഖൈറ, എന്നിട്ട് നിങ്ങൾ അവരുടെ അടുത്ത് പോയിട്ട് എന്ത് ഖൈറാ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മനുഷ്യരുടെ തൃപ്തി ലഭിക്കാൻ, മനുഷ്യരുടെ ഇടയിൽ അവൻ വലിയ ആളാകാൻ വേണ്ടി ചെയ്ത അമലുകൾ അത് അവന് നാളെ ആഖിറത്തിലൊന്നും കിട്ടൂല. അവൻ ആഖിറത്തിൽ വെറും വട്ടപൂജ്യമായിരിക്കും, സീറോ ആയിരിക്കും. ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ നീ ചെയ്തത് അവരുടെ അടുത്തേക്ക് പോകാൻ അല്ലാഹു തആല പറയും. അതുകൊണ്ട് നമ്മുടെ അമലുകളിൽ നല്ല ഇഖ്ലാസ് ഉണ്ടാക്കാൻ, ഒരു മുഖ്ലിസാകാൻ. മുഖ്ലിസ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കതയുള്ളവൻ എന്നാണ്. സർവശക്തനായ അല്ലാഹു നമ്മുടെ ഇബാദത്തുകളിൽ ഇഖ്ലാസോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സർവശക്തനായ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.